ലൈഫ് ഓഫ് ട്രാവഡേഴ്സിന്റെ ഇന്നത്തെ യാത്ര ഭക്തിസാന്ദ്രമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഭക്തിസാന്ദ്രമായ കാഴ്ചകളാണ് അവിടെ കാണാൻ സാധിച്ചത്. ഭക്തർ ക്യൂവിൽ നിന്നുകൊണ്ട് തൊഴുവാനായി ഉള്ളിലേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ക്യൂ സിസ്റ്റത്തിലൂടെ മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് VIP പാസ് എടുത്ത് ഉള്ളിലേക്ക് കടക്കാവുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നും നടക്കാറുള്ളതുപോലെ ഡാൻസ് പ്രോഗ്രാമുകളും കച്ചേരികളും പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ കൂടുതലായും നടത്തപ്പെടുന്നത് ഡാൻസ് പ്രോഗ്രാമുകളും അരങ്ങേറ്റങ്ങളുമാണ്. ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ അരങ്ങേറിയതിനു ശേഷമാണ് കുട്ടികൾ മറ്റു നൃത്തങ്ങളിലേക്ക് പോകാറുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കുളമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഭക്തർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. സോപ്പുകളോ എണ്ണയോ ഉപയോഗിച്ച് ഇതിൽ കുളിക്കുവാൻ പാടുള്ളതല്ല. ഭഗവാൻ കൃഷ്ണന്റെ ഒരു പ്രതിമയും ഈ കുളത്തിന്റെ ഒത്ത നടുവിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേജിൽ നടക്കുന്നത് കച്ചേരികളാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം
ഞങ്ങൾക്ക് ഇതിലെ സൗണ്ടുകളൊന്നും കേൾപ്പിക്കാൻ സാധ്യമല്ല. കർക്കിടക മാസമായതിനാൽ ഇവിടെ കല്യാണ മണ്ഡപങ്ങളിലൊന്നും തന്നെ കല്യാണങ്ങളോ മറ്റു പരിപാടികളോ നടക്കാറില്ല. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കുവാൻ ക്ലോക്ക് റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഗുരുവായൂർ ദേവസ്വമാണ് ഇത് നടത്തിപ്പോരുന്നത്. ഇവിടെ നിന്നും പ്രസാദ കൗണ്ടറുകളിൽ നിന്നും നിങ്ങൾ ബില്ലാക്കിയിട്ടുള്ള പ്രസാദങ്ങൾ പ്രസാദ കൗണ്ടർ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെയ്പായസം, പാൽപായസം തുടങ്ങിയ അഭിഷേകങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള ആനകളെയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുക. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള ആനക്കോട്ടയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ ആനക്കോട്ടയിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഗുരുവായൂരിലെ മുറിക്കപ്പെട്ട കൂവളമരവും നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂവളമരത്തിന് കേടുപാടുകൾ സംഭവിച്ചത് മൂലം കൊമ്പുകളെല്ലാം കട്ട് ചെയ്ത് അതിനെ മരുന്ന് പുരട്ടി നിർത്തിയിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് 3 നേരവും ഭക്ഷണം ഭഗവാന്റെ പ്രസാദ ഊട്ട് എന്ന പേര് ലഭിക്കുന്നതാണ്. തികച്ചും സൗജന്യമായിരിക്കും. പിന്നീട് നമ്മൾ നേരെ പോയത് ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്കാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഭഗവാൻ കൃഷ്ണന്റെ മരപ്രഭുവിന്റെ ഒരു ശില്പവും ഗജരാജവീരനായ ഗുരുവായൂർ കേശവന്റെ ഒരു പ്രതിമയും നമുക്ക് കാണാൻ സാധിക്കും. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിലുള്ള ദേവസ്വം ഗസ്റ്റ് ഹൗസിന് സമീപമാണ് നമുക്കിത് കാണാൻ സാധിക്കുക. ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ഗുരുവായൂർ കേശവൻ ചെരിയുന്നത്. ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ആ ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഇവിടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ആനകൾ വന്ന് പുഷ്പാർച്ചനയും എല്ലാം നടത്താറുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള മറ്റൊരു ആനയുടെ ശില്പവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ താമസിക്കുവാനും ഡോർമെട്രി യൂസ് ചെയ്യുവാനും ഗുരുവായൂർ നഗരസഭയും കുടുംബശ്രീയും തമ്മിൽ യോജിച്ച് പ്രവർത്തിപ്പിക്കുന്ന
ലൈവ് ലൈവ്ഹുഡ് സെന്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രഷപ്പ്, ഡോർമെട്രി, ക്ലോക്ക് റൂം എന്നിവ നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. നിങ്ങൾക്കൊന്ന് ഫ്രഷ് ആകുവാൻ ഇവിടെ 30 രൂപയാണ് ചെലവ് വരുന്നത്. നിങ്ങൾക്ക് 12 മണിക്കൂർ ഡോർമെട്രി യൂസ് ചെയ്യുവാൻ 200 രൂപയും 6 മണിക്കൂറിന് 100 രൂപയുമാണ് റേറ്റ് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐഡന്റിഫിക്കേഷൻ ആധാർ കാർഡ് കോപ്പി ഇവിടെ കൊടുക്കേണ്ടതാണ്. ഗുരുവായൂരിൽ വരുന്ന ഭക്തജനങ്ങളായ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ ഒരിടം ഇവിടെ ലഭ്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. It's me, my YouTube channel, signing off.